നടുവിൽ സാക്ഷ്യമുള്ളത് നമ്മുടെ ഇമ്മാനുവലാണ്. നമ്മുടെ ഗോഡുംബറിൻ്റെ മകനാണ് നമ്മുടെ നടുവിൽ സാക്ഷ്യമായി നിൽക്കുന്നത്. തൻ്റെ മകൻ ഇമ്മാനുവലിന് തൻ്റെ ലൈഫിൽ ലഭിച്ച കർത്താവ് കൊടുത്ത വലിയ ഒരു അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യമാണ് നമ്മുടെ നടുവിലുള്ളത്. നമുക്ക് സിസ്റ്റർ തന്നെ അത് പറഞ്ഞാട്ടെ, നമ്മുടെ പുഷ്പറാണി സിസ്റ്റർ തന്നെ അത് പറഞ്ഞാട്ടെ. മകൻ്റെ പേര് ഇമ്മാനുവൽ എന്നാണ്. ഇവിടെ അടുത്ത് പാറശാലയ്ക്ക് അടുത്ത് ചെറുവാരക്കോണം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വരുന്നത്. സിസ്റ്റർ പറഞ്ഞാട്ടെ, എന്താ അവനുണ്ടായത്? സിസ്റ്റർ തന്നെ മൊത്തത്തിൽ പറഞ്ഞാട്ടെ. കഴിഞ്ഞ ആഴ്ചയിലെ 13-ാം തീയതി ഒരു ദിവസം ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം നമ്മൾ വിസിറ്റിങ്ങിന് പോയിരുന്നു. രാത്രി ഇപ്പോൾ 10 മണിയോളമായി വന്നപ്പോൾ. അപ്പോൾ അന്ന പറഞ്ഞു, പെട്ടെന്നിരുന്നപ്പോൾ അവൻ്റെ ദേഹത്ത് ചൂടുണ്ട് എന്ന് പറഞ്ഞു. പനി? ഒരു കുഴപ്പമില്ല, ചുമ്മാ ഇരുന്നതാ വീട്ടില്, പനിയാണെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു നന്നായിട്ടിരുന്നതാ. വന്ന് നോക്കിയപ്പം കുഴപ്പമില്ല, അവൻ്റെ ദേഹത്ത് ചൂടുണ്ടായിരുന്നു. ചൂടുണ്ടായിരുന്നു. അപ്പം അവൻ പറഞ്ഞു അവൻ്റെ കാലില് വേദനയുണ്ടെന്ന് പറഞ്ഞു. വലത് കാലില് വേദനയുണ്ടെന്ന്. നമ്മൾ അതുവരെ ഒന്നും കണ്ടില്ല. അപ്പൊ നോക്കിയപ്പോ ഈ കാലിന്റെ പുറത്ത്, വലത് കാല് പെരുവിരലിന്റെ പുറത്ത് അത് മൊത്തം ഇങ്ങനെ ബൾജായി, നല്ല വലത് കാലിന്റെ ഫുള്ളും ബൾജായി. പക്ഷെ നമ്മൾ കണ്ടില്ല. ചെറിയൊരു മുറിവുണ്ട്, അതുവഴി ഇങ്ങനെ നീര് വരുന്നുണ്ട്. മുറിവ് നേരത്തെ ഉണ്ടായിരുന്നോ? അല്ല, അവൻ ചൊറിഞ്ഞ് വന്നതെന്നാ. ബൾജായതിനെ തുടർന്ന് ചൊറിഞ്ഞപ്പോ മുറിവ് വന്നതാ. അപ്പൊ വിരൽ ഇങ്ങനെ വീർത്തിരിക്കണ കണ്ടു. അത് ചൊവ്വാഴ്ചയാണ്, 13-ാം തീയതി. അപ്പൊ നമ്മളൊന്നും ചെയ്തില്ല. പിറ്റേന്ന് ബുധനാഴ്ച ആയപ്പോ രാത്രിയായപ്പോ അവന് ഭയങ്കര പെയിനായി. രാത്രിയായപ്പോ ഒരു ദിവസം തന്നെ ആയുള്ളൂ. പെയിൻ ആയപ്പോ ഹോസ്പിറ്റലിൽ പാറശാല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ ഡോക്ടർ ദേഷ്യപ്പെട്ട്, നമ്മൾ നോക്കാത്തോണ്ടാണ്, ഇത് ഒരുപാട് നാളായി അങ്ങനെ പറഞ്ഞു. പക്ഷെ നമ്മൾ പറഞ്ഞു ഇല്ല, ഒറ്റ ദിവസം തന്നെ ആയുള്ളൂ എന്ന്. അത് പിറ്റേന്നായപ്പോ ഈ പുറത്തൊക്കെ കാലിന്റെ പുറം ഫുള്ള് നീരടിച്ച് വലത് കാല് ഫുള്ള് പുറം മൊത്തം നീത മൊത്തം ഫുള്ള് നീരടിച്ച്. അപ്പൊ അവന് നടക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പ്രയാസമായിരുന്നു. ഡോക്ടർ എന്നിട്ട് ഞാൻ പറയണ കള്ളമാണെന്ന് പറഞ്ഞിട്ട് അവനോട് ചോദിച്ചു എത്ര നാളായി എന്ന്. അപ്പൊ അവൻ പറഞ്ഞു ഇല്ല, ഒരു ദിവസം തന്നെ ആയുള്ളൂ. അതായത് നിങ്ങൾ പറയുന്നത് കള്ളമാണെന്ന് അവനോട് ചോദിച്ചു. അപ്പൊ മോനോട് ചോദിച്ചു ഫുള്ള് നീരായി, അങ്ങനെ കാല് ഫുള്ള് നീരായി. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് നമ്മൾ വിഷ്ണു ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് അവരെ പിറ്റേന്ന് പറഞ്ഞു വെച്ചോണ്ടിരിക്കരുത്, 2 ടാബ്ലറ്റ് കൊടുത്തിട്ട് രാവിലെ തന്നെ കൊണ്ടുവരണം അങ്ങനെ പറഞ്ഞു. രാവിലെ തന്നെ കൊണ്ടുപോയി. രാവിലെ കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ആക്കണം അങ്ങനെ പറഞ്ഞു. നമ്മള് ഞാനാണെങ്കിൽ ഡയറി എഴുതുമ്പോഴൊക്കെ എല്ലാ വർഷവും എഴുതി വെക്കും. നമ്മളെ 4 വരെ പേരെഴുതിയിട്ട് ഹോസ്പിറ്റലിൽ വേണ്ട, മരുന്ന് വേണ്ട, അങ്ങനെ എഴുതി വെക്കും. വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുമായിരുന്നു. കുറെ വർഷങ്ങൾ കൊണ്ട് നമുക്ക് മെഡിസിൻ കംപ്ലീറ്റ് ഒഴിവായ രീതിയാണ്. ഹോസ്പിറ്റലിൽ പോകണ്ട, അതായത് വിശ്വാസത്തോടെ പറയുമായിരുന്നു. ഹോസ്പിറ്റലിൽ പോകണ്ട, ഇവർക്ക് പനിയെന്നോ ചുമയെന്നോ പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം വരൂല. അങ്ങനെ വചനം ഡയറി കിട്ടുമ്പോ എല്ലാ പ്രാവശ്യം ഇങ്ങനെ എഴുതി വെക്കും, മരുന്ന് വേണ്ട, ഹോസ്പിറ്റലിൽ വേണ്ട, ഫ്രണ്ടിലെ പേജിൽ എഴുതി വെക്കും. ഈ വർഷവും ഞാൻ എഴുതി വെച്ചു. പെട്ടെന്നാണ് ഇങ്ങനെ വന്നത്. അപ്പോ പിറ്റേന്ന് രാവിലെ കൊണ്ടുപോയി. അപ്പൊ കാല് കണ്ടപ്പോ എനിക്കും പേടിയായി. ഞാൻ വൈകുന്നേരം വീണ്ടും ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയി. അവിടെ തന്നെ വേറെ പോയി. അപ്പൊ ആ ഡോക്ടറും പറഞ്ഞ പിറ്റേന്ന് രാവിലെ വന്ന് സർജൻ ഡോക്ടറെ കാണിക്കണം, സെല്ലുലൈറ്റീസ് ആണ്. നീര് വന്നിട്ട് റെഡായി ഫുള്ളും, വലത്തെ കാല് മുഴുവനും. ഒറ്റ ദിവസം ആയുള്ളൂ. എനിക്ക് മനസ്സിലായി. അപ്പത്തേനും ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ബ്രദർ പറഞ്ഞു ഇവിടെ ഫ്രൈഡേ മീറ്റിങ്ങിന് കൊണ്ടുവന്നാ മതി എന്ന് പറഞ്ഞു. അന്ന് രാവിലെ ഞാൻ ഹോസ്പിറ്റലാണ് പോയപ്പോ കിടക്കാൻ പറഞ്ഞില്ല. 3 ദിവസം ഗുളിക കഴിച്ചിട്ട് വന്നാ മതി എന്ന്. 3 ദിവസം ഫുള്ള് റെസ്റ്റ് എടുക്കണം, റിലീവ് അല്ലേ, അതുകൊണ്ട് ഫുള്ളായിട്ടും കിടന്നാ മതി, റെസ്റ്റ് എടുക്കണമെന്ന്. ഞാൻ അവിടെ നിന്ന് മരുന്ന് വാങ്ങിയിട്ട് നമ്മൾ നേരെ ഇവിടെ വന്ന് ഫ്രൈഡേ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് പറഞ്ഞേ അത് മിറക്കിൾ സൺഡേ ആണ്, പറഞ്ഞ നിനക്ക് തുള്ളിച്ചാടണ്ടേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ പ്രാർത്ഥനയിൽ കൂടെ യേശപ്പൻ തന്നെ സൗഖ്യക്ക് യേശപ്പനോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. മെഡിസിൻ കൊടുത്തു. പക്ഷെ എന്നാലും വെള്ളിയാഴ്ച രാത്രിയായപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു 9:30 കഴിഞ്ഞ സമയത്ത് നോക്കിയപ്പോൾ അവൻ്റെ കാലിന്റെ പുറം മൊത്തം ചൂടായി. വീർത്തിരുന്ന ഭാഗം എല്ലാം ചൂടാവാൻ തുടങ്ങി, അവന്റെ ദേഹവും ചൂടാവാൻ തുടങ്ങി. വീണ്ടും എൻ്റെ ഉള്ളിലൊരു പെട്ടെന്ന് ചൂട് ഇങ്ങനെ കണ്ടപ്പോൾ ഒരു പേടി തോന്നി. അവിടെ രമേശിനെ വിളിച്ച് ഇങ്ങനെ ചൂടായിരിക്കണം, എനിക്ക് ടെൻഷൻ പോലെ ആയി. അപ്പൊ പെട്ടെന്ന് ചിന്തിച്ചപ്പോൾ ഭയങ്കര ചൂടായത് കാരണം റെഡായി, കാല് ഫുള്ള് റെഡായി.
10 മണിയോളമായി. Okay. അപ്പൊ സിസ്റ്ററിന് കൈവച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. ഒരിക്കൽ പ്രാർത്ഥിച്ചിട്ട് കിടന്നു. എന്നിട്ട് ഞാൻ 4 മണിക്ക് ഉണർന്നു. 10 മണിയോളം പ്രാർത്ഥിച്ചിട്ട് കിടന്ന് ഞാൻ 4 മണിക്ക് ഉണർവ് വന്നപ്പോ പോയി നോക്കിയപ്പോഴത്തേനും റെഡ് കളർ ഇല്ല. ആ നീരിങ്ങനെ ഇങ്ങനെ പറ്റി പോകുമ്പോ കാലിങ്ങനെ പതിഞ്ഞിരിക്കും. കാലിന്റെ പുറത്ത് ഇങ്ങനെ നീര് വറ്റിയിരുന്നു. അതായത് രാത്രി ഉണ്ടായിരുന്ന അനുഭവമല്ല, പ്രാർത്ഥിച്ചതിന് ശേഷം നീര് വറ്റി. 4 മണിക്ക് നോക്കിയപ്പോ കളറും ഇല്ല, റെഡ് ഇല്ല, നീര് വറ്റിയിരുന്നു. പിന്നെ ശനിയാഴ്ചയാണ് നമ്മൾ പിന്നെ പോയൊന്നുമില്ല. വീട്ടിൽ നിന്ന് പറഞ്ഞു നാളെ നിനക്ക് തുള്ളിച്ചാടാം. അവർ ഫുള്ള് റെസ്റ്റ് ആണ് പറഞ്ഞത്. മിറക്കിൾ സൺഡേ ആണ്, തുള്ളിച്ചാടണമെന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ തുള്ളിച്ചാടി അഭിഷേകത്തിലായിരുന്നു. അങ്ങനെ യേശുപ്പ പൂർണ്ണ സൗഖ്യമാക്കി, ഒരു കുഴപ്പവും ഇല്ല, ഫുള്ള് മാറി. ആമേൻ, ഹല്ലേലൂയ. സിസ്റ്റർ പറഞ്ഞൊരു വാക്കുണ്ടോ, തൻ്റെ ഡയറികളിൽ എഴുതി വെക്കുമായിരുന്നു, നാളുകളായി എഴുതി വെക്കുമായിരുന്നു, ഹോസ്പിറ്റലിലോ മരുന്നോ വേണ്ടി വരത്തില്ല. ആ വിശ്വാസത്തിൻ്റെ വാക്കുകൾ അവർ സംസാരിച്ചു. പ്രാർത്ഥനയോടെ അവർ കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നു. ആ മകൻ അത്ഭുത സൗഖ്യം കൊടുത്തു. അതുപോലെ മറ്റൊരു സാക്ഷ്യം കൂടെ സിസ്റ്റർ പറയുന്നു, മാസങ്ങളായിട്ട് മുഖത്തൊരു കട്ടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് മകന് തന്നെ ഇവിടെ ഒരു കല്ല് പോലെ അങ്ങനെ ഇരിക്കുമായിരുന്നു, കല്ലിപ്പോലെ വന്നിരിക്കുമായിരുന്നു. ഓക്കെ, ബ്രദറിന്റെ ജോൺ ബ്രദറിന്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നിട്ട് അവര് അങ്ങനെ ഇരുന്നതുകൊണ്ട് നമുക്ക് മുഖത്തല്ലേ കട്ടിയായിരുന്നോണ്ട് സ്കിൻ ഡോക്ടറിനെ കാണിക്കാൻ പറഞ്ഞു. കാണിച്ചു. അപ്പോൾ ഒരു ഓയിൻമെന്റ് തന്നിട്ട് പറഞ്ഞു, ഇത് തൽക്കാലം ഇടണം, ഇട്ടിട്ട് അത് പോയില്ലെങ്കിൽ കുത്തിയെടുത്ത് കളയണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ സ്ഥിരമായിട്ടൊന്നും ഓയിൻമെന്റ് ഒന്നും ഇടൂല, അത് യേശുനാമത്തിൽ മാറിപ്പോട്ടെ എന്ന് അങ്ങനെ പറയും. അപ്പോൾ ഒരു ദിവസം ഇപ്പോൾ 2 ആഴ്ചക്ക് മുമ്പേ ഞാനും കണ്ടില്ല, ഞാൻ കുളിച്ചിട്ട് നിന്നപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഞാൻ അതിനെ ഇങ്ങനെ പിടിച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഇളകി വാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവൻ അതിനെ ഇറുക്കി സ്വന്തമായിട്ട് തന്നെ അതിനെ വെളിയിലെടുത്ത് വെച്ചു. അത് കുറച്ച് നല്ല കട്ടിയായിട്ട് ഇത്ര നീളത്തിന് ഇങ്ങനെ ഉണ്ടായിരുന്നു, ചത പോലെ. അതിന് അവൻ തന്നെ യേശുനാമത്തിൽ ഇളകി വാന്ന് പറഞ്ഞ് ഇളക്കിയെടുത്ത് അത് പോയി. ആമേൻ. കർത്താവ് 2 സൗഖ്യമായി ഈ കുഞ്ഞിന് കൊടുത്തത്. സൗരങ്ങളെ, നിങ്ങൾ വിശ്വാസത്തോടെ എന്താണോ പറയുന്നത് അത് തരുവാൻ, അല്ലെങ്കിൽ വിശ്വാസത്തോടെ നിങ്ങൾ എന്താണോ സംസാരിക്കുന്നത് അത് എൻ്റെ കർത്താവ് നിങ്ങളുടെ വീടുകളിലേക്ക് തരും. ഈ കുടുംബത്തിന് അല്ല ഈ മകന് കൊടുത്ത സൗഖ്യത്തിനായി കരങ്ങളെ അടിച്ച കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ശക്തിയോടെ ആ ദൈവ സാന്നിധ്യം നന്ദി പറഞ്ഞാട്ടെ. നിങ്ങൾ വിശ്വസിച്ചാട്ടെ. ഓപ്പറേഷൻ പറഞ്ഞെടുത്ത് സൗഖ്യം കൊടുത്ത കർത്താവിന് എല്ലാവരും ചേർന്ന് നന്ദി പറഞ്ഞുകൊണ്ട് തുടർന്ന് നമുക്ക് വീണ്ടും ചേർന്ന് കർത്താവിനെ ആരാധിക്കാം. സന്തോഷത്തോടെ ആ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. താങ്ക് യു ജീസസ്. ചേർന്ന് ശക്തിയോടെ കരങ്ങളെ അടിച്ചുകൊണ്ട് ആ കർത്താവിൻ്റെ സാന്നിധ്യത്തിനെ നന്ദി പറഞ്ഞാട്ടെ. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് എല്ലാവരും നന്ദി പറഞ്ഞാട്ടെ. താങ്ക് യു ജീസസ്. യേശുവേ, ഹല്ലേലൂയ.